ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്, പഫാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന ഒരു പഫാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല വലിപ്പമുള്ള ഒരു സ്നാക്കാണ്. ഇത് ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയറ് നിറയും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ കൂടെ ചെറിയ ചെറിയ ടിപ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്കാദ്യം ഇതിനായിട്ടൊരു മാവ് കുഴച്ച് വെക്കാം. അപ്പോൾ സാധാരണ രീതിയിലുണ്ടാകുന്ന ആ ഒരു പഫല്ല കേട്ടോ ഇത്. ഞാൻ എൻ്റേതായ രീതിയിലുള്ള ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പഫാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനായിട്ട് 4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 ടീസ്പൂൺ പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാകുന്നു. പാൽപ്പൊടിക്ക് പകരമായിട്ട് നമുക്ക് പാല് ചേർത്താലും മതി, ഇളം ചൂടുള്ള പാൽ ഒഴിച്ചാലും മതി. പിന്നെ 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് പഞ്ചസാരയാണ് ചേർക്കുന്നത്, അതും 4 ടീസ്പൂൺ ചേർത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനിത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പൊടിയിൽ തന്നെ ഇട്ടെടുത്തത്. വലിയ തരിയുള്ള പൊടിയാണെങ്കിൽ ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മൾ ഇതിലോട്ട് വെള്ളമാണ് ഒഴിക്കുന്നത്. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ അങ്ങനെ യൂസ് ആക്കാം കേട്ടോ. പാലും പാൽപ്പൊടിയും ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒരു പകുതി ആവുന്നവരെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി ഞാൻ ഓയിലാണ് കേട്ടോ ഒഴിക്കുന്നത്. 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചത്. പിന്നെ നമ്മൾ വെള്ളം എടുത്തത് 1.5 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതോട്ട് ഇതുപോലെ നന്നായി കുഴച്ചെടുക്കാം. നല്ലോണം ടൈറ്റാക്കാൻ പാടില്ല, നല്ലോണം ലൂസാക്കാനും പാടില്ല. നമ്മളെ കയ്യിലൊട്ടാത്ത വിധത്തിൽ ഈ ഒരു രീതിയിൽ വേണം നമുക്ക് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലോട്ടും 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒന്ന് എല്ലായിടത്തും ആക്കി ഒന്ന് നന്നായി തടവി കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെക്കാം. ഒരു 1-2 മണിക്കൂറിൽ തന്നെ നമ്മളിത് നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ. രാവിലെ ഇത് കുഴച്ച് വെച്ചതിന് ശേഷമാണ് രാവിലത്തെ ഫുഡ് തന്നെ കഴിക്കുന്നത്. അപ്പോൾ അതെല്ലാം കഴിച്ചതിന് ശേഷം ബാക്കിയുള്ള പണിയെടുക്കാമെന്ന്. അപ്പോൾ ഇനി നമ്മൾ മുട്ടയാണ് പുഴുങ്ങേണ്ടത്. കുറച്ച് മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള എടുക്കണം. 1/2 കിലോൻ്റെ അടുത്തോളം സവാളയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ആവശ്യം വരില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അപ്പോൾ ഞാനതെല്ലാം കട്ടാക്കി റെഡിയാക്കുന്നുണ്ട്. ഇനി പാനിലേക്ക് കുറച്ച് പെരിഞ്ജീരകമാണ് ഇട്ടത്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1.5 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. അതൊന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരു 15 പീസോളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല എരിവുണ്ടാവണം, എങ്കിലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മുടെ മാവിലെല്ലാം കുറച്ച് പഞ്ചസാരയൊക്കെ ചേർത്തുകൊണ്ട് ഒരു മസാലയിൽ നല്ല എരിവുണ്ടാവണം. അപ്പോൾ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാളയിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നല്ലോണം വഴന്ന് നിൽക്കണമെന്നില്ല. അതിൻ്റെ വെള്ളമെല്ലാം വറ്റി നല്ലോണം ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ തന്നെ മതി. ഈ ഒരു സ്റ്റേജ് ആയ സമയത്ത് ഞാനിതിലേക്ക് ഗരം മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. 2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത്. കുരുമുളക് പൊടിയും കുറച്ച് കൂടുതൽ തന്നെ ഇട്ടിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. നമ്മൾ ഇതിൽ നല്ല എരിവുണ്ട് ഈ ഒരു മസാലയിൽ. പക്ഷേ അത് ആ ഒരു സ്നാക്കിലോട്ട് കഴിക്കുമ്പോൾ നല്ല പാകത്തിനുള്ള എരിവേ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് ഓവറായിട്ട് മസാല ഒന്നും ചേർക്കുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് വിനീഗറാണ്. 2 ടീസ്പൂണ് വിനീഗർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ചെറിയൊരു പുളിയും കൂടി ആകുമ്പോഴാണ് ടേസ്റ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതോട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനിയിപ്പോൾ ലാസ്റ്റായിട്ട് ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ആ മഞ്ഞളിൻ്റെ എല്ലാം ഒരു കുത്തുന്ന സ്മെല്ല് മാറുന്നവരെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. കറിവേപ്പില ഇടുമ്പോൾ ഒന്ന് കീറി ഇട്ട് കഴിഞ്ഞാൽ നല്ല സ്മെല്ലായിരിക്കും. അതുകൊണ്ട് നന്നായി മിക്സാക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കി ഈ ഒരു മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില നമ്മളെ കൈ നിറയെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും നല്ല സ്മെല്ലും ഉണ്ടാവും. അപ്പോൾ നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവെല്ലാം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ഈസ്റ്റാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊങ്ങും. അപ്പോൾ നിങ്ങൾ ഈസ്റ്റൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ കേടുകൂടാതെ കുറച്ചൊക്കെ നാൾ നിൽക്കും കേട്ടോ.
അപ്പോൾ അത് ഇതിന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തി മാവെല്ലാം കുഴക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നല്ല രീതിയിൽ ഇതുപോലെ കുഴച്ചെടുക്കണം കേട്ടോ. ഇനി ഇത് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഈ ഇത്രയും മാവിന്ന് എനിക്ക് 21 ഉരുളകളാണ് കേട്ടോ കിട്ടിയത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവാണ്, ഒരുപാട് ഹാർഡൊന്നല്ല, നല്ല സോഫ്റ്റ് ഉണ്ടാവും നമ്മൾ ഈ ഒരു രീതിയിൽ ആക്കി വെച്ചാൽ. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തിയിടുന്നത് ഈ ഒരു പാത്രത്തിലേക്കാണ്. അതിൽ നമ്മൾ കുറച്ച് പൊടിയെല്ലാം ഒന്ന് ഇതാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിലേക്ക് ഒട്ടിപ്പിടിക്കും. ഒന്നെങ്കിൽ പൊടി തേടി കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ഉരുള എടുത്ത് നമ്മൾക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. ഒരേ രീതിയിൽ ഒരേ വലുപ്പത്തിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല, നമ്മൾക്ക് അതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മുടെ മസാല വെച്ച് കൊടുക്കാം. അപ്പോൾ മസാല വെക്കുന്നതിന് മുമ്പ് നമ്മുടെ മുട്ടയൊക്കെ ഇതുപോലെ പുഴുങ്ങി എടുത്ത മുട്ടയാണ്, അതൊന്ന് പീസാക്കിയിട്ടും കൂടെ വെക്കണം. അപ്പോൾ മസാല വെച്ച് അതിലേക്ക് ഈ ഒരു മുട്ടേൻ്റെ പകുതി ഹാഫ് പോർഷൻ അതിലേക്ക് വെച്ച് കൊടുക്കാണ്. ഇനി ഇതിൻ്റെ മുകളിലോട്ടും നമുക്കിതാ കുറച്ചും കൂടെ മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് സൈഡെല്ലാം ഞാനിതാ മൈദയുടെ പേസ്റ്റ് ആക്കിയിട്ട് ഒന്ന് എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ചില സമയത്ത് അതിങ്ങനെ ഇളകിപ്പോവും. അപ്പോൾ ഇതുപോലെ മൈദ ഒന്ന് ഒട്ടിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അത് അതിൽ സ്റ്റിക്കായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ മടക്കിയെടുക്കണം. ഒരു സൈഡ് മടക്കി പിന്നെ മറ്റേ സൈഡ് ഈ ഒരു കാണുന്ന വിധത്തിൽ മടക്കിയിട്ട് ലാസ്റ്റത്തെ പീസ് ഒന്ന് ഒട്ടിച്ചെടുക്കുക. നല്ലോണം വലിച്ച് ചെയ്യാൻ പാടില്ല കേട്ടോ, ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് ചെയ്താൽ മതി. കൂടുതൽ വലിച്ചു കഴിഞ്ഞാൽ അടിഭാഗത്ത് ഒന്ന് കീറുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് മസാല വെക്കാം. മസാല ഇതുപോലെ 1 ടേബിൾ സ്പൂൺ മസാല അടിയിൽ വെച്ചിട്ടുണ്ട്. മുകളിൽ കുറച്ച് വെച്ചാൽ മതി കേട്ടോ. മുട്ട വെച്ച് അതിൻ്റെ മുകളിലോട്ടും കുറച്ച് മസാല വെച്ചതിന് ശേഷം സൈഡൊക്കെ ഈ ഒരു പേസ്റ്റ് കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇനി ഇതുപോലെ ഇത് കാണുന്ന വിധത്തിൽ നന്നായിട്ട് സ്ലോലി ഒന്ന് വലിച്ച് ഒട്ടിച്ചു കൊടുക്കുക വേണ്ടത്. നല്ലോണം വലിച്ചു കഴിഞ്ഞാൽ ആ ഒരു സൈഡ് വലിഞ്ഞ് നിന്നിട്ട് കീറുന്ന പോലെയും നമ്മളെ മസാലയൊക്കെ പുറത്ത് പോവും. അതുകൊണ്ട് കൂടുതൽ വലിക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒട്ടിച്ചതിന് ശേഷം കൈ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും നമ്മൾക്ക്. അപ്പോൾ ഇതുപോലെ ആക്കിയ ശേഷം നമ്മൾ പൊടിയെല്ലാം ഇട്ട് വെച്ച ആ ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് തമ്മിലൊട്ടാതെ വിധത്തിൽ ഇങ്ങനെ വിട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ. അപ്പോൾ 2 പ്ലേറ്റ് ആയതിന് ശേഷമാണ് ഞാനിത് പൊരിക്കുന്നത്. അങ്ങനെ പൊരിച്ച് കഴിഞ്ഞാലാണ് നല്ലൊരു പെർഫെക്റ്റായിട്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ നമ്മളിതിങ്ങനെ വെക്കുന്നതുകൊണ്ട് അതിൻ്റെ മോൾ ഭാഗം കുറച്ചൊരു ഉണങ്ങിയ പോലെ ഉണ്ടാവും, കുഴപ്പമില്ല. നമ്മൾ പൊരിക്കുന്ന സമയത്തൊന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അടച്ച് വെക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആക്കിയിട്ട് കുറച്ച് സമയം നമ്മൾ അടുത്ത പ്ലേറ്റിലും കൂടി ആക്കി വെക്കുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ സൈസ് കുറച്ചും കൂടെ വലുതാവും. അങ്ങനെ പൊരിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ സൈസിൽ തന്നെ നമുക്ക് ഈ ഒരു സ്നാക്ക് ആക്കി കിട്ടും. അല്ല നമ്മൾ ഉണ്ടാക്കി ഉടനെ എണ്ണയിലിടുന്നുണ്ടെങ്കിൽ ചെറിയ സൈസായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമ്മൾക്ക് വലിയ സൈസ് വേണമെങ്കിൽ കുറച്ച് സമയം ഇതുപോലെ ആക്കിയിട്ട് മാറ്റി വെക്കണം. പിന്നെ ഫ്ലെയിം നല്ലോണം കുറച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ആദ്യം പൊരിച്ചെടുക്കേണ്ടത്. ഒരു സൈഡ് ആയതിനു ശേഷം നമ്മൾ തിരിച്ചിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കാം. നല്ലോണം ഫ്ലെയിം കൂട്ടാൻ പാടില്ല. നമ്മൾ ഇതിൻ്റെ ഉൾഭാഗമെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആക്കുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നല്ല ഒരു പഫി പോലെ തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇത് നന്നായിട്ട് ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ തിരിച്ചിട്ട് കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടാമെന്നല്ലാതെ ഒരുപാട് കൂട്ടരുത്. അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ കളറായ സമയത്ത് നമുക്ക് കോരിയെടുക്കാം. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം അറിയിക്കണം. പിന്നെ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ കമൻറ്റ് വായിക്കാനും അത് വരുമ്പോഴാണ് നമ്മൾക്ക് പുതിയ റെസിപ്പി ഉണ്ടാക്കാനും അതിൻ്റെ വീഡിയോ എടുക്കാനും തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടാൻ മറക്കല്ലേ കൂട്ടുകാരെ. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം ഇത് ഇത്ര നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു സ്നാക്കും കൂടി ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ മറ്റേ ബ്രെഡ് ഷവർമ, ആ ഒരു ഷവർമേനെ കുറിച്ച് ഒരുപാട് ആൾക്ക് ഒരുപാട് സംശയവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ആൾക്കാർക്ക് വേണ്ടത് ആ ഒരു മയനൈസിൻ്റെ റെസിപ്പിയാണ്. ഇൻഷാ അല്ലാഹ് ഞാനത് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ മുട്ടയൊന്നും ചേർക്കാത്തൊരു മയനൈസായിരുന്നു. പിന്നെ കുറച്ച് ആൾക്കാർക്ക് ഈ ഒരു ബ്രെഡിനെ കുറിച്ചായിരുന്നു ഒരുപാട് സംശയം. വലിയ ബ്രെഡ്, ചെറിയ ബ്രെഡ്. വലിയ ബ്രെഡ് ആകുമ്പോഴേ ഉണ്ടല്ലോ നമുക്ക് ഒരുപാട് ഫില്ലിങ്ങും കൂടി വെക്കേണ്ടി വരും.
ചെറിയ ബ്രെഡ് ആകുമ്പോൾ അത്ര ഫില്ലിങ് ആക്കിയാൽ മതിയല്ലോ. കുറച്ച് ഒരു ബിസിനസ് ട്രിക്കും കൂടി നമ്മൾ ഇതിൽ നോക്കണം. പിന്നെ ഈ ഒരു ബ്രെഡ് സോഫ്റ്റ് ആവൂലേ എന്നെല്ലാമാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം നല്ല ഡ്രൈ ആക്കി വെക്കണം. പിന്നെ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അത് നല്ലോണം ശ്രദ്ധിക്കണം. തക്കാളി ചിലത് പെട്ടെന്ന് കേട് വരുന്ന തക്കാളി നമ്മൾ കഴിച്ചു നോക്കണം. എന്നിട്ട് ഇതിലേക്ക് ഇടുന്ന വെജിറ്റബിൾസ് എല്ലാം നല്ല ഫ്രഷ് തന്നെ ആവണം. അങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ തക്കാളീൻ്റെ കുരുവൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് കുറച്ച് സമയത്തേക്ക് കേടുവിടാതെ നിൽക്കും. തക്കാളി ഇടുമ്പോഴാണ് പെട്ടെന്ന് പുളി വരുന്നത്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുക്കുംബറെല്ലാം ചേർക്കുന്ന ആൾക്കാരുണ്ട്. കുക്കുംബറൊക്കെ ഇടുമ്പോഴും പെട്ടെന്ന് ഒരു സോഗി പോലെ തന്നെ ആയിട്ടുണ്ടാവും, നല്ല വെള്ളം പോലെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും ഒഴിവാക്കുക. പിന്നെ തക്കാളീൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെ നല്ലത്. പിന്നെ ഇതാ ഒരു കേക്കിൻ്റെ ഓർഡറും കൂടി ഉണ്ടായിരുന്നു. പിസ്ത കേക്കാണ് കേട്ടോ ഇത്. ഈ ഒരു വർക്ക് എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഒരുപാട് ടൈം എടുത്ത് എങ്കിലും ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.